നമ്മുടെ ഹൃദയങ്ങളിൽ അങ്ങ് വെളിപ്പെടുത്തുന്ന, അങ്ങ് നയിക്കുന്ന അവിടുത്തെ അനുഭവത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുപോകാൻ ഇന്ന് ഇടയാക്കുന്നത്. തുറന്ന ഹൃദയത്തോടെ, തുറന്ന മനസ്സോടെ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ കർത്താവേ, എന്നെ നീ ബലപ്പെടുത്തണമേ, എന്നെ നീ അനുഗ്രഹിക്കണമേ, അവിടുത്തെ സാന്നിധ്യം എന്റെ മേലേക്ക് അങ്ങ് പകർന്നു തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതോട് നമ്മുടെ ഹൃദയഭാരങ്ങളെ എല്ലാം അഴിച്ചു മാറ്റുന്ന ഒരു കർത്താവ്, ഹൃദയത്തിന്റെ ബന്ധനങ്ങളെല്ലാം നീക്കുന്ന ഒരു കർത്താവ്, അവിടുത്തെ ശക്തി നമ്മുടെ മേൽ പകർന്നു തരുന്ന ഒരു കർത്താവ്, നമ്മളെ നയിക്കുന്നവന്റെ സന്നിധിയിലാണ് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ അവന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. കാരണം യേശു നമ്മോട് പറഞ്ഞിരിക്കുന്നു, ഞാൻ വന്നത് ജീവൻ തരുവാനാണ്. വേറെ ആരും പറയാത്തൊരു വാക്കാ യേശു പറഞ്ഞത്. ഈ ജീവൻ തരുന്ന യേശുവിന്റെ ആ ജീവന്റെ അനുഭവത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാൻ, ഒന്ന് കരങ്ങളെ ഉയർത്തിയെന്ന് സ്തോത്രം പറയുമ്പോൾ, കർത്താവേ, അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേലേക്ക് പകരട്ടെ, അവിടുത്തെ കൃപ ഞങ്ങളുടെ മേലേക്ക് അങ്ങ് പകരട്ടെ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മേലേക്ക് അങ്ങ് പകരട്ടെ. ഈ വചനം ഗിരിധരവാട് പോലെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് അവിടുന്ന് ക്രിയ ചെയ്യുക എന്റെ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തകർന്നവരുടെ ആ മനസ്സിനെ എന്റെ കർത്താവ് മുറിവ് കെട്ടാൻ, എന്റെ കർത്താവ് വേദനിക്കുന്നവന്റെ വേദനകളെ അവിടുന്ന് ഒപ്പിയെടുക്കാൻ എന്റെ കർത്താവിന്റെ ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് എന്റെ യേശുവിൽ നിന്ന് നിറയ്ക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എബ്രായ ലേഖന 4-ാം അധ്യായത്തിന്റെ 2-ാം വചനം പറയുന്നു, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായകൊണ്ട് കേട്ട വചന അവർക്ക് ഉപകാരമായി വന്നില്ല എന്ന് പറയുമ്പോൾ, എന്റെ കർത്താവേ, ഞങ്ങൾ ഈ കേൾക്കുന്ന വചന ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആ കേട്ട വചന ഉപകാരമായി വരുത്ത കവിത യേശുവേ, അവിടുത്തെ ശക്തിയെ പകരട്ടെ, അവിടുത്തെ കൃപയെ പകരട്ടെ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനഭാഗം നമുക്കൊന്ന് വായിച്ച് ആ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടിയാകാം. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ഹല്ലേലൂയ. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ. കർത്താവേ, സ്വർഗീയ അപ്പച്ച, ഞങ്ങളുടെ ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് ആഴത്തിൽ വെളിപ്പെടേണ്ടതിന് കർത്താവേ, നീ അവിടുന്ന് ഇടപെടണമേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ അവിടുന്ന് പരിപാലിക്കണമേ. കർത്താവേ, ഈ വചനം ഞങ്ങളുടെ ഉള്ളിൽ അവിടുന്ന് നീ ക്രിയ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. അവരെ പോലെ നാമം, ആരെ പോലെയാണ് വചനം പറഞ്ഞിരിക്കുന്നത്? 4-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വചനം പറയാ, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദാനം നിലനിൽക്കുന്നതിനാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഞാൻ ഭയപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അവരെ പോലെ ഇതിനു മുമ്പ് ആരോ ഈ സദ്വർത്തമാനം കേട്ടവരുണ്ട് എന്നാണ് തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കേൾക്കുന്നതിന് മുമ്പ് ആരോ സദ്വർത്തമാനം കേട്ടിട്ടുണ്ട്. നമുക്ക് 3-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വചനഭാഗത്തിലേക്ക് പോകുമ്പോൾ കാണാം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്തതുപോലെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാകും. ഒന്നിവിടെ പറയാണ്, മത്സരത്തിൽ എന്ന പോലെ. കാരണം നിങ്ങളുടെ ഹൃദയം ആരുമായിട്ടാ മത്സരിക്കുന്നതെന്ന വചനം പറയുന്നത്? ദൈവമായിട്ട് മത്സരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. പ്രൈസ് ദി ലോർഡ്. കഠിനമാക്കരുത് എന്ന് അവിടെ ഉറപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് നോക്കിക്കേ, 9-ാമത്തെ വചനം. കണ്ടോ, അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും. വചനം പറയാണ്, ഈ സദ്വർത്തമാനം കേട്ടാണ് അടിമത്തത്തിന്റെ കീഴിൽ നിന്ന് പാല് കൊടുക്കുന്ന ഒരു കാനാൻ ദേശത്തെ
ദേശത്തേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുപോയ ആ ദൈവമക്കൾ ഇവിടെ കർത്താവിനെ പരീക്ഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവരുടെ ഹൃദയം കഠിനമാകുന്നത് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയാണ്, ഈ സദ്വർത്തമാനം കേൾക്കുന്ന നിങ്ങളോട് കർത്താവ് പറയാണ്, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. പ്രൈസ് ദി ലോർഡ്. അനേകം മനുഷ്യർക്ക് ഈ ദൈവത്തിന്റെ വചനം ഉപകാരമായി വരാതിരിക്കുന്നത് കൊണ്ടാണ് വീണ്ടും നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് കോപമുണ്ടായി, നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്ന്, എന്റെ വഴികളെ അറിയാത്തവരെന്ന് ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നെ പരീക്ഷിക്കുന്നവര്, എന്നെ ശോധന ചെയ്യുന്നവര്, എനിക്കെതിരെ സംസാരിക്കുന്നവര്, നമ്മളൊന്ന് ഓർത്തു നോക്കിക്കേ. 40 ആണ്ട് കാലം കർത്താവിന്റെ കൂടെ നടന്നിട്ട് ആ കർത്താവിന്റെ സ്നേഹം അറിഞ്ഞ് അനുഭവിച്ച് കടന്നു പോകേണ്ട അവർ ഒരു അധ്വാനവും അധ്വാനിച്ചില്ല. അവർ ഒരു പ്രവൃത്തിയും ചെയ്തില്ല. അവരെ തീറ്റിപ്പോറ്റി പരിപാലിച്ച ദൈവത്തിന് നേരെയാണ് അവർ പിറുപിറുക്കുന്നതും ഹൃദയം കഠിനമാക്കുന്നതും കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഈ വചനം കേൾക്കുന്ന നമ്മോട് ഒരിക്കലും അവന് നമ്മളെ അനുഗ്രഹിച്ച വഴികളിൽ നിന്ന് ഒരു കാരണവശാലും വിട്ടുപോകാൻ ഇടവരരുത്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും 10ാമത്തെ വചനം നോക്കിക്കേ. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് എന്ത് തോന്നി? കോപമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്ന്, എന്റെ വഴികളെ അറിയാത്തവരെന്ന് ഞാൻ പറഞ്ഞു. കണ്ടോ? എന്നിട്ട് കർത്താവ് അർപ്പിച്ചു പറയാണ്, അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല. കണ്ടോ? എന്റെ വചനം കേട്ട്, ഈ സദ്വർത്തമാനം കേട്ട് യേശുവിന്റെ ശിഷ്യന്മാര് 12 പേര് യേശുവിന്റെ കൂടെ നടന്നിട്ട് ഈ സദ്വർത്തമാനം കേട്ട് നടന്നുപോയ യൂദാസ് എന്ന മനുഷ്യൻ ഈ വചനം കേട്ട് ആ മനുഷ്യന്റെ ജീവിതത്തിൽ അത് ഉപകാരമായി വന്നില്ല. ഇതുപോലെ അനേകം മനുഷ്യരുണ്ട്, കേൾക്കുന്ന വചനം അവരുടെ ജീവിതത്തിൽ എന്ത് വരികയില്ല, ഉപകാരമായി വരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ വചനം ഉപകാരമായി വരണം. കേട്ടത് ഈ ശബ്ദം നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ക്രിയ ചെയ്യണം. യേശുവിന്റെ ശക്തി എന്റെ ഉള്ളിൽ ക്രിയ ചെയ്യണം. ഇതിവിടെ അത്ഭുത പ്രവൃത്തി നടത്തേണ്ട, അടയാളം പ്രവർത്തിക്കേണ്ട ജീവിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ അകത്ത് അവിടുന്ന് തീ കത്തുന്നത് പോലെ കത്തിക്കാൻ കഴിയുന്ന ഒരു ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക ചെയ്യുന്നു. ഹല്ലേലൂയ. കാരണം ഈ ശബ്ദം കേട്ട ശൗലിനെ നമുക്ക് നോക്കാം. ഈ ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് അവൻ ദൈവസഭയ്ക്കും ദൈവത്തിനും വിരോധമായി കടന്നുപോയവനായിരുന്നു. അവൻ ഈ സദ്വർത്തമാനം കേൾക്കാൻ അവൻ ചെവി കൊടുക്കാതെ ആ സദ്വർത്തമാനത്തിനെതിരെ കടന്നുപോയ മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും അവന് ശബ്ദം കേൾക്കാൻ ഇടവന്നത് അവന്റെ വാഹനമൃഗത്തിന്റെ മേലിൽ കയറി യാത്ര ചെയ്ത് അവൻ പോകുന്ന വഴിയിലാണ് ദൈവം അവനെ കുതിരപ്പുറത്തു നിന്ന് തള്ളി താഴെയിട്ട് അവന്റെ ശബ്ദം കേൾക്കാൻ ഇടവന്നത്. പൗലോസ് എന്ന ശൗല് അവന്റെ ശബ്ദം കേട്ടിട്ട് പ്രിയമുള്ളവരെ 14 ലേഖനങ്ങൾ എഴുതുവാൻ കർത്താവ് കൃപ കൊടുത്തു. കണ്ടോ? വെളിപ്പാടിന്റെ ആധിക്യത്തിൽ സ്വർഗത്തിന്റെ ആത്മീയ തലങ്ങളിലേക്ക് ഉയർന്ന് കർത്താവിന്റെ ആ സ്വർഗീയ വെളിപ്പാടിന്റെ അനുഭവങ്ങൾ അനുഭവിക്കാൻ തക്കവണ്ണം അവൻ കർത്താവിനോടുകൂടെ ജീവിക്കാൻ ഇടവന്നു. ഈ ശബ്ദം കേൾക്കുന്നവർ പ്രൈസ് ദി ലോർഡ് അവന്റെ സ്വസ്ഥതയിലേക്ക് കടന്നു പോകത്തക്ക വിധം ഒരുക്കമുള്ളവരായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ ശബ്ദം കേട്ടവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. കേട്ടവർക്ക് അത് വിശ്വാസമായി പരിണമിക്കണം. വിശ്വാസമായി പരിണമിക്കുന്നില്ലെങ്കിൽ കേട്ട വചനം വെറുതെ ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. ഹെബ്രായ ലേഖനം എടുക്കുമ്പോൾ അത് 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനഭാഗം നോക്കിക്കേ. ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 2-ാം വചനം, 1-ാമത്തെ വചനഭാഗം. അതുകൊണ്ട് നാം ഒരിക്കലും തെറ്റിപ്പോകാതിരിക്കേണ്ടതിന്, കണ്ടോ? ബൈബിൾ പറയുകയാണ്, ഒരിക്കലും തെറ്റിപ്പോകാതിരിക്കേണ്ടതിന്, ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്
കേട്ടത് അധിക ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. Praise the Lord. കേട്ട വചനം അതെന്താണ്? യേശുവിനെ കർത്താവാണ്. യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. യേശുവിന്റെ പാപങ്ങളെ വഹിച്ചു. യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ കയറി. യേശു എനിക്ക് വേണ്ടി അടികളേറ്റു. യേശു എനിക്ക് വേണ്ടി എല്ലാ നിന്ദനങ്ങളും രോഗങ്ങളും ഭാരങ്ങളും വഹിച്ച് അവൻ എനിക്ക് വേണ്ടിയാ കയറിയതെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞ് അവന്റെ കൂടെ ജീവിക്കുന്ന ഒരു വിളി എനിക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് ഒരിക്കലും തെറ്റിപ്പോകരുത് എന്ന് പറയുന്നത്. എങ്ങനെ? തെറ്റിപ്പോകുന്ന ആടുകളെ പോലെ നിങ്ങൾ ആകരുത്. കർത്താവ് തന്റെ വചനത്തിൽ പറയുകയാണ്, തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ നമുക്ക് ചുറ്റുമുണ്ട്. തെറ്റിപ്പോകാനുള്ള വഴികൾ നമുക്ക് മുമ്പിലുണ്ട്. തെറ്റിപ്പോകാതിരിക്കേണ്ടതിനാ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നാം ഒരിക്കലും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് അല്ലെങ്കിൽ തെറ്റിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. Praise the Lord. അത് ആവശ്യമായിരിക്കുന്നു എന്റെ ജീവിതത്തിൽ. കാരണം യെശയ്യാ പുസ്തകത്തിൽ യിരെമ്യാവിലും പറഞ്ഞതുപോലെ അവന്റെ വചനം എനിക്ക് ആഹാരമായിരിക്കുന്നു, അവന്റെ വചനം എനിക്ക് ജീവനായിരിക്കുന്നു, അവന്റെ വചനം എനിക്ക് എപ്പോഴും സൗഖ്യമായിരിക്കുന്നു, അവന്റെ വചനം എന്റെ കാലിന്റെ ദീപമായിരിക്കുന്നു, അവന്റെ വചനം എനിക്ക് പ്രകാശമായിരിക്കുന്നു. അവനാണ് എന്നെ നയിക്കുന്ന ദൈവം. അതുകൊണ്ട് കേട്ടത് അധിക ശ്രദ്ധ വയ്ക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവ് അവിടുന്ന് കൃപ തരുന്നത്. എന്നാൽ വീണ്ടും നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കേട്ടത് ഈ സദ്വർത്തമാനം നമുക്ക് മുമ്പേ കേട്ടവരുടെ ജീവിതത്തിൽ വന്ന ചില അപാകതകളെ നമുക്ക് കാണാൻ കഴിയുന്നു. 3:11 നോക്കിക്കേ. അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ കണ്ടോ. കർത്താവ് പറയുകയാണ്, ദൈവം പറയുകയാണ്, അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്യുന്നു. 12ാമത്തെ വചനത്തോ, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള എന്ത് ദുഷ്ടഹൃദയം കണ്ടോ. കർത്താവ് പറയാണ്, പ്രിയമുള്ളവരെ, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ എന്ത് ചെയ്യരുത്? ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കണം. ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം? ഞാൻ നോക്കണം. ആരെ നോക്കണം? വിശ്വാസത്തിന്റെ നാഥനെ നോക്കണം. പൂർത്തി വരുത്തിയവനെ നോക്കണം. അവൻ നമുക്ക് വേണ്ടി സകലതും വഹിച്ചവനാ. ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി സകലതും വഹിച്ചവനാ. നമുക്ക് വേണ്ടി സകലതും വഹിച്ചവരെ നമ്മൾ നോക്കണം. എങ്കിലോ അവന്റെ സുസ്ഥതയിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയത്തുള്ളൂ. കാരണം ഈ സദ്വർത്തമാനം കേട്ടവർ അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഞാനത് കേട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നാശത്തിന്റെ കുഴിയിലായേനെ. ആമേൻ. ഞാൻ അവരുടെ ശബ്ദം കേട്ടപ്പോൾ മുതൽ എനിക്ക് ഇതുവരെ ഈ ലോകത്തിൽ ആരും പറയാത്ത, ആരും ചിന്തിക്കാത്ത, ആരും വിചാരിക്കാത്ത, ആരും ഇതുവരെയും പറഞ്ഞിട്ടോ ചിന്തിക്കാത്തതും എഴുതാത്തതുമായ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു കർത്താവിന്റെ കൂടെയാണ് നമ്മൾ പോകാനിട വരുന്നത്. അവൻ എന്നെ അറിയുന്ന ദൈവമാ. ഒന്ന് പറഞ്ഞേ, അവൻ എന്നെ അറിയുന്ന ദൈവമാ. എന്നെ അറിയുന്ന ദൈവത്തെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അറിയണം. എന്റെ ശബ്ദം എനിക്ക് വേണ്ടി എന്നോട് പറയാണ്, നിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു, നീ എന്റെ ശബ്ദം കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ശബ്ദം കേട്ടാൽ പിന്നെ നമ്മൾ വേറൊരു വഴിയിലേക്കും പോകത്തില്ല. ആ ശബ്ദം കേട്ടത് എങ്ങോട്ടാണ്? നമുക്കറിയാം, ഹേറോവിന്റെ നടുവിൽ, കത്തിയെരിയുന്ന തീജ്വാലയുടെ നടുവിൽ ഒരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം ആരാ കേൾക്കുന്നതെന്ന് അറിയാമോ? മോശയാ കേൾക്കുന്നത്. ആ ശബ്ദം കേൾക്കുന്നിടത്തേക്ക് മോശ നോക്കുന്നു. മോശ നോക്കുമ്പോൾ കത്തുന്ന തീ, വലിയ ശക്തിയോടെ കത്തുന്ന തീ മാത്രം കണ്ടു. മോശ മുന്നോട്ട് നടക്കുമ്പോഴാണ് പെട്ടെന്ന് അതിന്റെ അകത്തുനിന്ന് ഒരു ശബ്ദം. മോശേ, ഈ ശബ്ദം ആരാണ്? ദൈവത്തിന്റേതാ. പ്രൈസ് ദി ലോർഡ്. ഈ ശബ്ദം ദൈവത്തിന്റേതാ. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാകുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പറയാണ്, ഞാൻ പറയുന്ന ശബ്ദം കേൾക്കുന്ന സ്ഥലം പരിശുദ്ധ
നിന്നെ വിശുദ്ധീകരിക്കുന്ന വചനമാ അല്ലെങ്കിൽ ശബ്ദമാ ദൂത നിനക്ക് വേണ്ടി ഞാൻ പറയാൻ പോകുന്നത്. മോശ അത് കേട്ട് കർത്താവിനോട് കൂടെ പോകുന്നതായി കാണാൻ കഴിയുന്നു. ആമേൻ. ഈ വിളി, ഈ ശബ്ദം കേട്ടാണ് നമ്മളെല്ലാം കർത്താവിന്റെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ ഇടവരുന്നത്. ശബ്ദം കേൾക്കാത്തവരോ നശിച്ചു പോയിക്കൊണ്ടേയിരിക്കും. ആമേൻ. ശബ്ദം കേട്ടവരോ ഈ സദ്വർത്തമാനം കേട്ടവരാകുന്നു എങ്കിലും കേട്ടവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു വരുന്നുണ്ടോ? ഉണ്ടോ? കേട്ടവർ എത്ര പേരെയാ പിൻവാങ്ങി പോകുന്നത്? യേശുവിന്റെ കൂടെ നമ്മൾ കണ്ടില്ലേ? യേശുവിന്റെ കൂടെ 10 കുഷ്ഠരോഗികൾ വന്നു. 10 കുഷ്ഠരോഗികൾ വന്ന് സൗഖ്യപ്പെട്ട് അവർ തന്നെ പുരോഹിതരെ കാണിച്ചു കൊടുക്കേണ്ടതിന് അവരെ പറഞ്ഞു വിട്ടു. എന്നാൽ തിരിച്ച് ഒരു മനുഷ്യൻ ആരാ വന്നത്? സൗഖ്യം കിട്ടി, അനുഗ്രഹം കിട്ടി, വിടുതൽ കിട്ടി, കുടുംബത്തിൽ സമാധാനം കിട്ടി, കുടുംബത്തിൽ സന്തോഷം കിട്ടി, മക്കളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു, ദൈവപ്രവൃത്തി കുടുംബത്തിൽ നടന്നു. എന്നാൽ തിരിച്ചാരും ഒന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ഒരാൾ. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് ചോദിക്കുകയാണ്, ബാക്കി 9 പേര് എവിടെ? കർത്താവ് ചോദിച്ചു, 9 പേര് എവിടെ? ഈ വിജാതിനായ നീ മാത്രമാണോ എന്റെ സന്നിധിയിൽ സാക്ഷ്യപ്പെടുത്താൻ വന്നത്? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ കേട്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യമായി മാറണം. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കേട്ടത് എന്തായി മാറണം? പറ. കേട്ടത് എന്തായി മാറണം? സാക്ഷ്യമായി മാറണം. കേട്ടത് എന്തായി മാറണം? അനുഗ്രഹമായി മാറണം. കേട്ടത് എന്തായി മാറണം? അതൊരു ദൈവത്തിന്റെ പ്രവൃത്തിയായി മാറണം. ഹല്ലേലൂയ. കഥ പ്രവർത്തിക്കുന്നവന്റെ ശക്തി അടയാളമായി നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യും. ഞാൻ എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തിയ കർത്താവിനെ എനിക്ക് കിട്ടി, എനിക്ക് സൗഖ്യം കിട്ടി, വിടുതൽ കിട്ടി, എന്നിട്ട് ഞാൻ അങ്ങ് പോകുകയല്ല ചെയ്യുന്നത്. കണ്ടോ? അന്ധനായ മനുഷ്യന്, ആ ഭിക്ഷക്കാരനായ മനുഷ്യന് സൗഖ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ സൗഖ്യം കിട്ടിയ മനുഷ്യനെ പിന്നീട് കർത്താവ് ദേവാലയത്തിൽ വെച്ച് കണ്ടപ്പോൾ ചോദിക്കുകയാണ്, ഇനി ഇതിൽ കൂടുതൽ ഒന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാവം, ഒന്ന് പറഞ്ഞേ, മേലിൽ എന്ത് ചെയ്യരുത്? പാവം ചെയ്യരുത്. സദ്വർത്തമാനം കേട്ടവരും കേട്ടിട്ട് ദൈവപ്രവൃത്തി അനുഭവിക്കുന്നവരും ദൈവപ്രവൃത്തി ജീവിക്കുന്നവരോട് കർത്താവ് പറയുന്ന ഒരേ ഒരു വാക്കുള്ളൂ. എന്താ? കേട്ടിട്ട് ഇനി ജീവിതത്തിൽ ഒന്നും സംഭവിക്കരുത്, അതിൽ കൂടുതൽ ഒന്നും സംഭവിക്കരുത്. അവന് സംഭവിച്ചെന്താണ്? അവന്റെ ജീവിതത്തിൽ കാഴ്ചയില്ലാത്ത അവസ്ഥ. എന്തെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവ് പറയാണ്, ഈ സദ്വർത്തമാനം കേട്ടവർ. ആമേൻ. ഹല്ലേലൂയ. 4-ാമത്തെ വചനം നോക്കാം. 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം. എന്നാൽ ചിലർ ഇനിയും അതിൽ പ്രവേശിക്കാൻ അവസരം ശേഷിച്ചിരിക്കാനും മുമ്പേ സദ്വർത്തമാനം കേട്ടവർ ഇവിടെയാ കർത്താവ് പറഞ്ഞത്. മുമ്പ് നമ്മൾ വായിച്ചല്ലോ 3-ാം അധ്യായത്തില്, അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ എന്ത് ചെയ്തു? സത്യം ചെയ്തു. അതുകൊണ്ട് 4-ന്റെ 6 പറയാ, എന്നാൽ ചിലർ ഇനിയും അതിൽ പ്രവേശിക്കാൻ അവസരമുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞേ. എന്തുണ്ട്? പറ. എന്തുണ്ട്? അവസരം ഇനിയുമുണ്ട്. ആർക്കാ? ആദ്യം വന്നവർക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല. അവരെന്ത് കാണിച്ചു? അനുസരണക്കേട് കാണിച്ചു. അനുസരിക്കുന്നവരോട് കർത്താവ് പറയാണ്, ഇനി എന്തുണ്ട്? അവസരമുണ്ട്. ഇനിയും അനേകർ എങ്ങോട്ട് വരണം? യേശുവിലേക്ക് വരണം. അതിന്റെ താഴോട്ട് നോക്കിക്കേ. ദീർഘകാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം കണ്ടോ, ദാവീദിന്റെ ഗൃഹത്തിൽ നിന്ന്, യഹൂദ ഗോത്രത്തിൽ നിന്നൊരു ശൃംഗം, അവന്റെ പേരാണ് യേശു എന്ന്. അവന്റെ ശബ്ദം ആരൊക്കെ കേട്ടോ അവരെല്ലാം സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നു. അവന്റെ വചനം കേട്ട് ജീവിക്കുന്നവരൊക്കെയും. വചനം ഇങ്ങനെ പറയുന്നത്, അവന്റെ വചനം കേട്ട് ജീവിക്കുന്നവർ ഒക്കെയും എങ്ങോട്ട് വരുന്നേ? സ്വസ്ഥതയിലേക്ക് വരും. ദീർഘകാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നു. എങ്കിലും നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുതെന്ന്
പറഞ്ഞതുപോലെ ഇന്നും എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിച്ചിരിക്കുന്നു. ഇവിടെ പറയാണ് ഹൃദയം കഠിനമാക്കരുത്. ഒരു സ്തോത്രം പറഞ്ഞേ ഹല്ലേലൂയ. അനേകം മനുഷ്യരുടെ ഹൃദയം ഇന്ന് കഠിനമായിക്കൊണ്ടിരിക്കുകയാണ്, കഠിനപ്പെട്ടു പോവുകയാണ്. ക്രിസ്തുവിന്റെ പ്രവൃത്തിയെ അനുഭവിച്ചിട്ടും വീണ്ടും കഠിനമായി പോകുന്ന ചില കഠിന ഹൃദയങ്ങളുടെ മേലേക്കാണ് യേശുവിന്റെ രക്തം അവിടുന്ന് ചൊരിഞ്ഞ് പരിശുദ്ധാത്മാവ് കഠിനമുള്ള ഹൃദയത്തെ മാംസളമാക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറഞ്ഞേ. കഠിനമുള്ള ഹൃദയത്തെ എന്താക്കാൻ പോവുക കർത്താവ്? വചനത്താൽ തച്ചുടക്കുകയാണ്. കഠിനമുള്ളത് പൊട്ടി ചെറുകയാണ്, മാംസളമാക്കി കളയുകയാണ് കർത്താവ്. എന്തിനു വേണ്ടിയാണ്? അവർ സ്വസ്ഥതയിൽ പ്രവേശിക്കണം. ആമേൻ. ഈ സത്വർത്തമാനം എന്താണ്? സത്യത്തിന്റെ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. സത്യത്തിന്റെ സുവിശേഷം യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും നാഥനും ചക്രവർത്തിയുമായി ഏറ്റുപറഞ്ഞ് അവന്റെ കൂടെ ജീവിക്കുക എന്നത്. ഹല്ലേലൂയ. ഈ സത്വർത്തമാനത്തെ കുറിച്ച് നമ്മൾ യെശയ്യാ പ്രവാചക പുസ്തകം 61 അധ്യായത്തിന്റെ 1-ാമത്തെ വചനഭാഗം നോക്കിക്കേ. യെശയ്യാ പ്രവാചക പുസ്തകം എടുത്ത് 61 അധ്യായം എടുത്ത് അതിന്റെ 1-ാമത്തെ വചനഭാഗം നോക്കിക്കേ. 1-ാം വചനം വായിക്കട്ടെ. യെശയ്യാ പുസ്തകം 61-ന്റെ 1 വായിച്ചോ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ. ആരോടാണ് സദ്വർത്തമാനം ഘോഷിക്കാൻ വേണ്ടി? ആദാം യേശു ജനിക്കുന്നതിന് ഏകദേശം 750 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായി യെശയ്യാവിലൂടെ അരുളി ചെയ്ത ദൈവിക വെളിപ്പാടാണ്. എന്താണ്? എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ. ആ, യഹോവ എന്നെ അഭിഷേകം ചെയ്തു. ആരെ? യേശുവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. സ്തോത്രം പറഞ്ഞേ. ആരോട് സദ്വർത്തമാനം? എളിയവരോട് സദ്വർത്തമാനം അറിയിക്കേണ്ടതിന് എന്തൊക്കെയാ? യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ. ആ, യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഹൃദയം തകർന്നവരെ ആ, മുറിവേൽപ്പാൻ. ഇവിടെ കാര്യങ്ങൾ ഒന്ന് നമ്മൾ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. യഹോവയുടെ ആത്മാവ് നിറഞ്ഞ് കർത്താവ് പറയാണ് ഹൃദയം തകർന്നവരെ എന്ത് ചെയ്യണം? മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാൻ യഹോവയുടെ പ്രസാദവർഷം നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസം പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പിക്കുവാനും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ലോകത്തിലേക്ക് വന്നത് തടവിൽ കഴിയുന്ന, കാണാതെ പോകുന്ന, പാപത്തിൽ കഴിയുന്ന, അന്ധകാരത്തിൽ കഴിയുന്ന, നിരാശയിൽ കഴിയുന്ന, ലോകമോഹത്തിൽ കഴിയുന്ന, ലോകത്തിന്റെ ചിന്തയിൽ കഴിയുന്ന മക്കളെ ദൈവമക്കളാക്കി വേർതിരിക്കേണ്ടതിനാ കർത്താവ് വന്നത്. ഹല്ലേലൂയ. യെശയ്യാ പുസ്തകം വീണ്ടും എടുക്കാം. 49-ാം അധ്യായത്തിലേക്ക് ഒന്നുകൂടെ നമുക്ക് തിരിച്ചു വരാം. 49-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അതിന്റെ 8-ാമത്തെ വചനഭാഗം നോക്കിക്കേ. 49-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനം. 8-ാമത്തെ വചനം വായിച്ചേ. 8-ാം വചനം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആ, സുപ്രഭാത കാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളും. രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ച്. കണ്ടോ, ഇവിടെ ഉണർത്തുന്ന ഒരു ദൈവം ദേശത്തെ ഉണർത്തും, കുടുംബത്തെ ഉണർത്തും, നമ്മളെ ഉണർത്തുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടോ ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ ഇവിടെയാ സ്തോത്രം പറയേണ്ടത്. ഇവിടെ ഒരു ദൂത് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ ശൂന്യമായെന്ന് പറയുന്ന അല്ലെങ്കിൽ ശൂന്യമായി കിടക്കുന്ന ഇടത്ത് നമുക്ക് എന്ത് കിട്ടും? അവകാശമാക്കി തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. കണ്ടോ, ശൂന്യതകളിൽ നിന്ന് ഈ സകലതിനെയും സൃഷ്ടിച്ച കർത്താവ് നമുക്ക് അവകാശമാക്കി തരുന്നവന്റെ പ്രവൃത്തി ഇതിന്റെ അകത്ത് വെളിപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യെശയ്യാ പുസ്തകം 49-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വചനഭാഗം നോക്കിക്കേ. 1 മുതൽ നോക്കിക്കേ. കണ്ടോ, ദ്വീപുകളെ എന്റെ വാക്കു കേൾപ്പിൻ, ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പിൻ. യഹോവ എന്നെ ഗർഭം മുതലേ വിളിച്ചു. ഒരു ആമേൻ പറഞ്ഞേ. കണ്ടോ, വിളിച്ചു പറയുക ചെയ്യുന്നത്. യഹോവയുടെ ദാസേ, ജാതികൾക്ക് വെളിച്ചമായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് രക്ഷിതാവായി കടന്നു വരുന്നതിന്റെ ദൂത്
Praise the Lord. യഹോവ എന്നെ എന്ത് ചെയ്തു? ഗർഭത്തിൽ നിന്ന് വിളിച്ചു. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കിയാൽ തന്നെ എന്റെ പേരവൻ പ്രസ്താവിച്ചു. ഒരാമേൻ പറഞ്ഞേ. പ്രിയമുള്ളവരെ, നമ്മൾ തള്ളപ്പെട്ടവരാണെന്ന് ആര് പറഞ്ഞാലും തള്ളപ്പെട്ടവരല്ല. നമ്മളെ ദൈവം വിളിച്ച് അവന്റെ കരത്തിൽ വേർതിരിച്ചു കൊണ്ടുവന്ന ദൈവമകനാ. പ്രൈസ് ദി ലോർഡ്. ഗർഭത്തിനുള്ളിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്റെ പേര് അവൻ വിളിച്ചതാ, എന്നെ വിളിച്ചതാ. പ്രൈസ് ദി ലോർഡ്. ആ വിളി കേട്ട അവന്റെ സന്നിധിയിലേക്ക് ഞാൻ വന്നത് അതുകൊണ്ടാ. ഇതെല്ലാവരും കേൾക്കേണ്ട വചനമാ. ഈ വചനം കേൾക്കുമ്പോൾ ചിലർ വിറയ്ക്കും. ഈ വചനം കേൾക്കുമ്പോൾ ചില കെട്ടുകൾ പൊട്ടും. ഈ വചനം കേൾക്കുമ്പോൾ ചില ബന്ധനങ്ങൾ അഴിയും. ഈ വചനം കേൾക്കുമ്പോൾ ജീവിതത്തിൽ ചില വിടുതലുകൾ അനുഭവപ്പെടും. കാരണം വിടുവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ വചനത്തിന്റെ അകത്ത് ക്രിയ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ താഴോട്ട് നോക്കിക്കേ, അതിന്റെ താഴോട്ട് നോക്കിക്കേ. അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാള് പോലെയാക്കി. എബ്രായ ലേഖനം 4:12 പറയുകയാണ്, ദൈവത്തിന്റെ വചനം എന്താണ്? ഇരുതല വാളാണ്. അത് ചെല്ലുന്നിടത്ത് മുറിയും. അത് എങ്ങോട്ട് തിരിച്ച് എവിടെ തൊട്ടാലും അത് മുറിവ് അനുഭവപ്പെടും. ഇരുതല വാളാണ്. അത് ചെന്നാലോ ചേതനയിലും സന്ധിമജ്ജകളിലും തുളച്ച് കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും പ്രവൃത്തികളെയും ചിന്തനങ്ങളെയും വിടുവിക്കുമാർ കടന്നു ചെല്ലും. വെറുതെ നിൽക്കില്ല. ഈ വചനം മൂർച്ചയുള്ള ദൈവത്തിന്റെ വാളുപോലെ ഈ ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം അയക്കും. ഇതാര് പറഞ്ഞു? ആ വചനത്തിന് മൂർച്ചയുണ്ടെന്ന്. അവിടെ ചെല്ലുന്ന ഹൃദയത്തെ വിടുവിച്ച് മാറ്റുകയുള്ളൂ. അത്ഭുതം നടക്കും. ആ പ്രവൃത്തി നടക്കും. എന്റെ വചനം വെറുതെ ഇരിക്കില്ല. അത് എവിടേക്ക് അയച്ചോ അവിടെ ക്രിയ ചെയ്യും. അത് അമേരിക്കയിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി അവന്റെ നാമത്തിൽ പറഞ്ഞാൽ ഇവിടെ അത്ഭുതം നടക്കുന്നത് കാണാൻ കഴിയും. അത് ലണ്ടനിൽ ഇരുന്നാലും അത്ഭുതം നടക്കും. അത് വീട്ടിൽ ഇരിക്കുന്നവരുടെ ഉള്ളിലും അത്ഭുതം നടക്കും. ഈ വചനം ഓൺലൈനിൽ കേൾക്കുന്നവരുടെ അകത്തും അത്ഭുതം നടക്കും. ഈ വചനം ക്രിയ ചെയ്യുന്ന വചനമാ. അത് അത്ഭുതം നടത്തിക്കൊണ്ടിരിക്കും. അത് പ്രവർത്തിക്കുന്ന വചനമാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത്, അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാള് പോലെയാക്കി തന്റെ കൈയുടെ കീഴിൽ എന്നെ ഒളിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ ശബ്ദം കേട്ട് ദൈവത്തിന്റെ കൂടെ ജീവിക്കാൻ വിളിക്കപ്പെട്ട ദൈവമക്കളോട് കർത്താവ് പറയാണ്, നിങ്ങളെ ആരും പിടിച്ചു കൊണ്ടുപോകില്ല. അവന്റെ കൈക്കുള്ളിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. എവിടെയായിരിക്കുന്നത്? അവന്റെ കൈക്കുള്ളിൽ, അവന്റെ കൈക്കീഴിൽ ഇരിക്കുന്നു. 1 പത്രോസിൽ 5-ാം അധ്യായത്തിൽ വിശുദ്ധ പത്രോസ് പറയുന്നുണ്ട്, ഞാൻ എന്റെ കർത്താവേ നിന്റെ കൂടെ നടന്നപ്പോൾ ഞാൻ പരാജയനായി, ചില മേഖലകളിൽ പരാജയപ്പെട്ടപ്പോൾ, എന്നാൽ എന്റെ കർത്താവ് എന്നെ കൈക്കുള്ളിലാക്കിയപ്പോൾ ഞാൻ സ്വസ്ഥനായി നാം പറഞ്ഞത്. അവന്റെ ബലമുള്ള കൈക്കീഴിൽ ഞാൻ താണിരുന്നപ്പോൾ എന്നെ അവൻ തക്ക സമയത്ത് ഉയർത്തിയെന്ന് പത്രോസ് പറയുമ്പോൾ, പത്രോസ് താണിരിക്കാൻ എപ്പോൾ തയ്യാറായോ അപ്പം ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. കർത്താവിന്റെ ദൂത് നമ്മോട് പറയാണ്, നമ്മളെപ്പോൾ ഈ ശബ്ദം കേട്ട് അവന്റെ കൈക്കീഴിലേക്ക് താണിറങ്ങിയാൽ അപ്പോൾ ദൈവം നമ്മളിൽ ഉപയോഗിക്കാൻ വേണ്ടി അവൻ കൈ എപ്പോൾ എടുക്കുന്നുവോ അവിടെയെല്ലാം നമ്മൾ ദൈവം പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. അവനാ നമ്മളെ നയിക്കാൻ പോകുന്നത്, നമ്മളല്ല പോകാൻ തുടങ്ങുന്നത്. ഫിലിപ്പോസിനെ അയച്ചപ്പോൾ പരിശുദ്ധാത്മാവാ നയിച്ചത്. ഫിലിപ്പോസ് ഷണ്ടന്റെ അടുക്കൽ ചെന്നപ്പോൾ ഷണ്ടന്റെ കൂടെ യാത്ര ചെയ്തത് പരിശുദ്ധാത്മാവിലൂടെയാണ്. പോയി ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പരിശുദ്ധാത്മാവാ കൊണ്ടുപോകുന്നത്. ആമേൻ. എങ്ങനെ? കൈക്കീഴിലായിരുന്നെങ്കിൽ ശബ്ദം കേട്ട് അവന്റെ വചനത്തിൽ അവനോടുകൂടെ ജീവിക്കുന്നവരായി മാറിയാൽ പിന്നെ നമ്മൾ നയിക്കേണ്ട നമ്മെ നയിച്ചോളൂ. നമ്മൾ പറയേണ്ട നമ്മളെ കൊണ്ട് പറയിപ്പിച്ചോളൂ. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന അത് വേണ്ട വിധം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. വേണ്ട വിധം അറിയാത്തത് വേണ്ടുന്ന വിധത്തിൽ അറിയിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന, ചെയ്യിപ്പിക്കുന്ന, നടത്തുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്.
അവന്റെ ആത്മാവാണ് നമ്മൾ ഇന്ന് വസിക്കുന്നത്. അതുകൊണ്ടാണ് യെശയ്യാ 49 വീണ്ടും 2 മുതലുള്ള വചനഭാഗം പറഞ്ഞത്, അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാള് പോലെയാക്കി കണ്ടോ, അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി. മിനുക്കിയ അമ്പാക്കി എന്തിനാ? അവന്റെ പൂണിയിൽ എന്നെ മറച്ചു. കൂടുതൽ കഴിക്കേണ്ടതിന് അവൻ എന്ത് ചെയ്യും? ചേർത്തി വെടിപ്പാക്കി ക്ലിയറാക്കി അവൻ വിട്ടു നമ്മളെ. അവനാ ഒരുക്കുന്നത്, അവനാ കഴിപ്പിക്കുന്നത്, അവനാ നമ്മളെ വേർതിരിക്കുന്നത്. അവനാ നമ്മളെ ഒരുക്കിയ അല്ലെങ്കിൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കുന്നത്. സ്തോത്രം. മിനുക്കിയ അമ്പാക്കി തന്റെ പൂണിയിൽ മറച്ചു. എന്നോട് ഇസ്രായേലേ, നീ എന്റെ ദാസൻ, ഞാൻ നിന്നെ മുഖത്തീകരിക്കപ്പെടുമെന്ന് അരുളി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ താഴെ പറഞ്ഞേ 4-ാമത്തെ വചനം നോക്കിക്കേ. ഞാനോ എന്റെ ശക്തിയെ വ്യക്തമായും നിഷ്ഫലമായും ചെലവഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എങ്കിലും എന്റെ ന്യായം യഹോവയുടെ പക്കലും എന്റെ പ്രതിഫലം എന്റെ ദൈവത്തിന്റെ പക്കലും. ഞാൻ വെറുതെ അധ്വാനിച്ചു എന്ന് നീ പറയരുത്. ഞാൻ വെറുതെയാണ് അധ്വാനിച്ചത് അല്ല, ഫലമുണ്ട്. എന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്, എന്റെ ആരാധനയ്ക്ക് ഫലമുണ്ട്, എന്റെ കൂട്ടായ്മയ്ക്ക് ഫലമുണ്ട്, ഞാനും എന്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിന് ഫലമുണ്ട്. എവിടെ? സ്വസ്ഥതയിലേക്ക് എന്നെ എത്തിക്കും. ഹല്ലേലൂയ. എന്നെ വെറുതെ അല്ല, അവന്റെ സ്വസ്ഥതയിലേക്ക് കൊണ്ടുപോകാൻ മതിയായ ഒരു കർത്തന്റെ കൂടെയാ ഞാൻ ഇന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവന്റെ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ എന്താണ്? സദ്വർത്തമാനം, സത്യത്തിന്റെ സുവിശേഷം. അത് കേൾക്കുമ്പോൾ നമ്മൾ ബലമുള്ളവരായി മാറുന്നു എന്ന കർത്താവ് പറയുന്നത്. ആമേൻ. ലൂക്കോസ് സുവിശേഷം എടുക്കാം. 4-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ 18 മുതലുള്ള വചനഭാഗം ഒന്ന് നോക്കിക്കേ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് നമ്മോട് പറയുന്ന വചനം നമുക്ക് കേൾക്കാമല്ലോ. ലൂക്കോസ് 4-ാം അധ്യായത്തിന്റെ 18 നോക്കി. ആരോടാ സുവിശേഷം അറിയിക്കാൻ? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ. കർത്താവിനെ അഭിഷേകം ചെയ്യാൻ. കണ്ടോ? സ്വന്തം പറഞ്ഞേ, ആരുണ്ട് നമ്മുടെ മേല്? ആരുണ്ട് നമ്മുടെ മേല്? അവന്റെ ആത്മാവുണ്ട്. സ്വന്തം. അവന്റെ ആത്മാവ് നമ്മുടെ മേലുണ്ട്. എന്തിനാ അവന്റെ ആത്മാവ് നമ്മുടെ മേലേക്ക് വന്നത്? കണ്ടോ? യേശുവിന്റെ കൂടെ അവന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബന്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രഖ്യാപിക്കാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും. ഒരു സ്തോത്രം പറഞ്ഞേ. കർത്താവിന്റെ പ്രസാദ വർഷം എന്ത് ചെയ്യണം? ഇത് പ്രസംഗിക്കണം. ഹല്ലേലൂയ. യേശു നമുക്ക് വേണ്ടി കടന്നു വന്ന് കർത്താവിൽ സന്തോഷിക്കുവാൻ അവനെ പ്രസാദിപ്പിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളെ അവൻ വിളിച്ചിരിക്കുക. ഹല്ലേലൂയ. ആ വിളി കേട്ടാ നമ്മൾ വന്നത്. ആ വിളിക്കാൻ നമ്മൾ ഉത്തരം കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ വിളിക്ക് നമ്മൾ ഉത്തരം കൊടുക്കാൻ വിളിക്കപ്പെട്ട ദൈവമക്കൾ. അതിന്റെ താഴോട്ടൊന്ന് വായിച്ചേ. അതിന്റെ താഴോട്ടൊന്ന് വായിച്ചേ. എഴുതിയിരിക്കുന്ന സ്ഥലമെടുത്ത് അല്ലെങ്കിൽ വചനഭാഗമെടുത്ത് അവൻ പുസ്തകം തുറന്ന് വായിക്കുമ്പോൾ കേൾക്കുന്ന ജനങ്ങളെല്ലാം വിസ്മയഭരിതരായി മാറി. ഹല്ലേലൂയ. ഈ ജ്ഞാനം ഇവൻ എവിടുന്ന്? പ്രൈസ് ദി ലോർഡ്. ഈ അധികാരത്തോടെ ഈ കൊച്ചു പയ്യനായ ക്രിസ്തുയേശു ഈ ആലയത്തിൽ എങ്ങനെ പ്രസംഗിക്കുന്നു? ആമേൻ. കേട്ടവരെല്ലാം ഞെട്ടിപ്പോകുക ചെയ്യുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനം കേട്ടിട്ട് 22-ാമത്തെ വചനം 21 മുതൽ നോക്കിക്കേ. അവൻ കണ്ടോ? ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കിയാൽ ഈ തെരുവിഴത്തിന് എന്ത് വന്നു? നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. എല്ലാവരും അവനെ പുകഴ്ത്തി. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം കേട്ടവർ അവനെ പുകഴ്ത്താൻ തുടങ്ങി. ഒരു സ്തോത്രം പറഞ്ഞേ.
വചനം കേട്ട് എന്ത് ചെയ്യും? അവന്റെ വായിൽ നിന്ന് വരുന്ന വചനം ജീവൻ തരുന്നതാ, ജീവൻ തരുന്നതാ. ചലിക്കാത്ത എല്ലാ ഇടങ്ങളിലേക്ക് ചലനം കൊടുക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. രോഗത്തിൽ പിടിക്കപ്പെട്ടവർ, വേദനിച്ചുകൊണ്ട് കടന്നു വന്നവർ, 38 വർഷക്കാലം തളർന്നു കിടന്നവൻ, ഇതാ ഹല്ലേലൂയ കൈ ശോഷിച്ച് കിടന്നവൻ, യേശു 38 വർഷക്കാലം വേദന കൊണ്ട് വിഷമിക്കുന്നവൻ യേശുവിന്റെ അടുക്കൽ വന്നാൽ വർഷമല്ല, അവന്റെ ശബ്ദം കേട്ടാൽ മതി. പ്രൈസ് ദി ലോർഡ്. അവന്റെ ശബ്ദം എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നടക്കും. സുഖപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ അത് സൗഖ്യമായിരിക്കുന്നു. മരിച്ചിട്ട് ഒരു ദിവസമായ ബാലികയെ എഴുന്നേൽപ്പിച്ചവൻ, പ്രൈസ് ദി ലോർഡ്, 4 ദിവസമായി ചീഞ്ഞഴുകി നാട്ടം വമിച്ച് കുഴിയിൽ കിടന്ന ലാസർ എന്ന മനുഷ്യന്റെ കുഴിമാടത്തിൽ പോയിട്ട് ലാസറേ, എന്നാ പറഞ്ഞ, ലാസറേ പുറത്തു വരിക. പ്രൈസ് ദി ലോർഡ്. പുറത്തു കൊണ്ടുവരുന്നതിന് മുമ്പ് യേശു ഒരു കാര്യം പറഞ്ഞു, അവന്റെ മേലിൽ വെച്ചിരിക്കുന്ന കല്ല് എന്ത് ചെയ്യണം? ഉരുട്ടി. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്താൽ ദൈവം ചെയ്യേണ്ട കാര്യത്തിൽ നമ്മൾ ഒരിക്കലും അസ്വസ്ഥപ്പെടരുത്. അവൻ ചെയ്തുകൊള്ളും. അവൻ ചെയ്യുന്ന ദൈവമാ, അവൻ പ്രവർത്തിക്കുന്ന ദൈവമാ, അവൻ അത്ഭുതം ചെയ്യുന്ന ദൈവമാ, അവൻ നടത്തുന്ന ദൈവമാ, അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാ. അവന്റെ നാമം പ്രവർത്തിക്കുന്നവൻ എന്നാണ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ കൂടെയുള്ള ദൈവമാ, അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാണ്. അവൻ ബന്ധനങ്ങൾ അഴിക്കുന്നു, കെട്ടുകൾ പൊട്ടിക്കുന്നു, രോഗഭാരങ്ങളെല്ലാം മാറ്റുന്ന നമ്മുടെ കർത്താവാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ എത്ര ആരാധിച്ചാലും, എത്ര സ്തുതിച്ചാലും, എത്ര പ്രാർത്ഥിച്ചാലും, എത്ര നന്ദി പറഞ്ഞാലും മതിയാകിയതേ എന്നിൽ പ്രവർത്തിക്കുന്ന കർത്താവ്. പ്രൈസ് ദി ലോർഡ്. വചനം പറയാ, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ, അത് പറഞ്ഞേ, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ, പറഞ്ഞേ, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുമെന്ന് അരുളി ചെയ്ത കർത്താവേ, നിന്റെ സന്നിധിയിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ കാണുന്നു. ഹല്ലേലൂയ. ആരിലാ പ്രവർത്തിക്കുന്നത്? ദൈവം നമ്മിലാ പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മിൽ പ്രവർത്തിക്കുന്ന കർത്താവ്, നമ്മിൽ ജീവിക്കുന്ന കർത്താവ്. നീ എത്ര കോപിച്ചാലും നിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ എത്ര വാശി കാണിച്ചാലും നിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. നീ യേശുവിനെ എത്ര തള്ളിപ്പറഞ്ഞാലും നിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ എത്ര കർത്താവിനെ മാറ്റി നിർത്തിയാലും നിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. അവൻ അത്ഭുതം ചെയ്യുന്ന ദൈവമാ, അവൻ അടയാളം ചെയ്യുന്ന ദൈവമാ. അവന്റെ വചനം കേൾക്കുന്നതോറും ഹൃദയം ജ്വലിക്കും. നമുക്കൊരു വചനഭാഗം നോക്കാം. ലൂക്കോസ് സുവിശേഷം എടുക്കാം. 24-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകാം. 24-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വചനഭാഗം മുതൽ ഒന്ന് വായിക്കട്ടെ. 24-ാം അധ്യായത്തിന്റെ 27. മോശ തുടങ്ങി സകല പ്രവാചകന്മാരും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. എന്നതാ വ്യാഖ്യാനിച്ചു കൊടുത്തത്? എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക്. എന്താ വ്യാഖ്യാനിച്ചു കൊടുത്തത്? മോശ തുടങ്ങി ആരെ കുറിച്ച്? യേശുവിനെ കുറിച്ച്. പഴയ നിയമത്തിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം എടുത്തേ, അതിന്റെ 5-ാമത്തെ വചനം എടുത്തേ, ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 26-ന്റെ 5-ാമത്തെ വചനഭാഗം വായിക്കേ. പറയാണ്, പഴയ നിയമത്തിൽ കണ്ടോ? ഒരു സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. നിന്റെ സന്തതിയെ എന്ത് ചെയ്യും? ആകാശത്തിലെ നക്ഷത്രങ്ങൾ. നമുക്കറിയാം 2 വിധത്തിലുള്ള ജനങ്ങൾ ലോകത്തിലുണ്ട്. ഒന്ന്, തേജസ്സേറിയ ദൈവശബ്ദം കേൾക്കുന്ന ഒരു കൂട്ടർ ആകാശത്തിൽ ശോഭിക്കുന്നവരെ പോലെ ദൈവസന്നിധിയിൽ ആരാധിക്കുന്നവരുണ്ട്. 2, ഭൂമിയിലെ മണൽത്തരി പോലെയുള്ള ജഡബോധങ്ങളിലും ബന്ധനത്തിലും ജീവിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്താ പറഞ്ഞത്? വായിച്ചേ.
നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും. കണ്ടോ, ഈ ദേശം യേശു ക്രിസ്തുവിലൂടെ ഈ ദേശമൊക്കെയും നമ്മളിൽ സ്വന്തമാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ജാതിയെന്നോ മതമെന്നോ ലിംഗമെന്നോ വർഗമെന്നോ വർണ്ണമെന്നോ ഒരു ഭേദമില്ലാതെ എല്ലാവർക്കും വേണ്ടി ഒരുവൻ കാൽവരി ക്രൂശിൽ കയറിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു പറയാണ്, ഇത് ഞാൻ നിങ്ങളോട് പറയുന്ന വചനമാകുന്നു. സ്തോത്രം. കാരണം യേശു കർത്താവ് മോശ മുഖാന്തരം, ആമേൻ, ഹല്ലേലൂയ. വീണ്ടും പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 6-ാം വചനം നോക്കിക്കേ. പുറപ്പാട് പുസ്തകം 17-ന്റെ 6. പുറപ്പാട് പുസ്തകം 17-ന്റെ 6 നോക്കിക്കേ. വായിച്ചേ. 17-ാം അധ്യായത്തിന്റെ 6-ാം വചനം. ഞാൻ ഹോരേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും. പാറയെ അടിക്കണം. ഉടനെ ജനത്തിന് കുടിപ്പാൻ. കണ്ടോ, ഇസ്രായേൽ മക്കളെ തേനും പാലും ഒഴുകുന്ന ആ കാനാൻ ദേശത്തിലേക്ക് പോകുമ്പോൾ കർത്താവ് പറയുകയാണ്, ഹോരേബിൽ ഞാൻ എവിടെ നിൽക്കും? നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും. നീ പാറയെ അടിക്കണം. നീ പാറയെ അടിക്കണം. ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം. ജനത്തിന് കുടിപ്പാൻ എന്ത് വരും? വെള്ളം തരും. ആരെയാ അടിച്ചത്? പാറ. ഈ അടിക്കപ്പെട്ടവൻ ആരാണ്? യേശു. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 4-ാം വചനം നോക്കിക്കേ. 1 കൊരിന്ത്യർ 10:4 നോക്കിക്കേ. നമുക്ക് പാറയിൽ നിന്നാണ് അവൻ വെള്ളം തന്നത്. വൈര് 10:4. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. കണ്ടോ, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരു ആത്മീയ പാനീയം കുടിച്ചു. എന്നാണ് അവരെ ഒരു വാക്ക് ശ്രദ്ധിച്ച്, അവരെ അനുഗമിച്ച. ആരാ അനുഗമിച്ചത്? ഈ ആത്മീയ പാറ. സ്വന്തം പറഞ്ഞേ, ആത്മീയ പാറ ആരാണ്? ആ പാറ ക്രിസ്തുവാകുന്നു. ഒരു ഹല്ലേലൂയ. കണ്ടോ, പഴയ നിയമത്തിൽ പറയാണ്, അവന്റെ ശബ്ദം കേട്ടിട്ട് സ്വസ്ഥതയിൽ പ്രവേശിക്കാത്തവരും പ്രവേശിച്ചവരുമുണ്ട്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ അവന്റെ ശബ്ദം കേട്ടവരുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ ശബ്ദം കേൾക്കുന്ന നമ്മളോട് പറയാണ്, അവന്റെ സ്വസ്ഥതയിൽ നിന്ന് പോകരുതേ. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് നോക്കാം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വീണ്ടും പോകാം. അതിന്റെ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 6 നമ്മൾ വായിച്ചില്ലേ? അതിന് താഴെ സംഖ്യാപുസ്തകം 24-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനം. സംഖ്യാപുസ്തകം 24-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വചനഭാഗം ഒന്ന് നോക്കിക്കേ. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കണം. ജീവന്റെ വചനമായി ഇത്. പഴയ നിയമത്തിൽ ക്രിസ്തുയേശു നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാ ഇവിടെ കാണാൻ കഴിയുന്നത്. 17. 24-ന്റെ 17. 24-ന്റെ 17. വായിച്ചു. ഞാൻ അവനെ കാണും, ഇപ്പോൾ അല്ലതാനും. ഞാൻ അവനെ ദർശിക്കും, അടുത്തല്ലതാനും. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. അത് മോവാബിന്റെ പാർശ്വങ്ങളെല്ലാം. കണ്ടോ, അതിന്റെ ആദ്യത്തെ ഒന്ന് വായിച്ചേ. ഇപ്പോൾ അവനെ ഞാൻ അവനെ കാണും, ഇപ്പോൾ അല്ലതാനും. ഇപ്പോഴല്ല ഞാൻ അവനെ കാണുന്നത്. എപ്പോഴാ? ഇപ്പോഴല്ല. യേശു ഈ ഭൂമിയിലേക്ക് വരാനിരിക്കുന്നതിന് മുമ്പ് പറയാം, അവനെ നിങ്ങൾ കാണും. പ്രൈസ് ദി ലോർഡ്. അവനെ കണ്ടവരെല്ലാം ഭാഗ്യമാണ്. അതുകൊണ്ടല്ല പറഞ്ഞത്, പഴയ നിയമ പ്രവാചകൻ, അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും അവനെ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നമ്മളോ അവനെ കണ്ടു. ഹല്ലേലൂയ. പിന്നെ നിങ്ങൾ അവനെ കാണും. കണ്ടില്ലേ? അവൻ വന്നില്ലേ നമ്മുടെ മുമ്പിൽ? അവൻ നമ്മളിൽ വസിക്കുന്നില്ലേ? അവൻ നമ്മളിൽ ജീവിക്കുന്നില്ലേ? ആമേൻ. അവനെ കാണാനുള്ള ഒരു ഭാഗ്യം. വീണ്ടും ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വചനം നോക്കിക്കേ. ആവർത്തന പുസ്തകം 18-ന്റെ 15 വായിക്കേ. 18-ന്റെ 15. 18-ന്റെ 15 വായിച്ചേ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെപ്പോലെ ഒരു പ്രവാചകനെ. കണ്ടോ, മോശയോട് പറയാണ്, നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. കണ്ടോ, നിന്റെ
27 പറയുന്നു, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലും എന്നെ കുറിച്ചുള്ള തിരുവെഴുത്ത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. വ്യാഖ്യാനിച്ചു കൊടുത്തത് എന്താണ്? നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. എന്നിട്ട് എന്ത് ചെയ്യണം? എന്ത് പറയണം? എന്താണ്? എഴുന്നേൽപ്പിച്ചു തരുന്നത് മാത്രമല്ല, അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. എന്താ കേൾക്കേണ്ടത്? ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് യഹോവയായ ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാനും. ഒരു ആമേൻ പറഞ്ഞേ. ഈ ശബ്ദം കേൾക്കാനുള്ള ഭാഗ്യമാണ് നമുക്ക് ദൈവം തന്നത്. ഞാൻ എന്ത് ചെയ്യണം? മരിക്കാതിരിക്കേണ്ടതിന്. കാരണം പാപം ചെയ്ത് ആദവും ഹവ്വായും പാപം ചെയ്ത് മരണത്തിലേക്ക് തള്ളപ്പെട്ടപ്പോൾ നമുക്ക് വേണ്ടി മരിക്കാതിരിക്കേണ്ടതിന് യേശു കർത്താവ് നമ്മുടെ പാപങ്ങളെ വഹിച്ചു. അവന്റെ മരണത്താൽ ഞാൻ എന്റെ മരണം ക്യാൻസൽ ചെയ്തു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതാ മോശയെ പോലുള്ള ഒരു പ്രവാചകനെ അവൻ എഴുന്നേൽപ്പിക്കും. ഇസ്രായേൽ മക്കളെ പെരുമ്പാല് മുഴുവൻ ഒരു കാനാൻ ദേശത്തിലേക്ക് നയിച്ചതുപോലെ യേശു ക്രിസ്തുവിലൂടെ തന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മക്കളെയും കൂട്ടി പിതാവിന്റെ അടുക്കൽ സ്വർഗ്ഗത്തിൽ ആ യേശു കർത്താവ് എവിടെയായിരിക്കുന്നുവോ അവിടെ ആകേണ്ടതിന് നമ്മളെയും ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി അവൻ വരും. അവൻ വരും. ഇത് വെറുതെ പറഞ്ഞതല്ല. അവനെ വിശ്വസിക്കണം, അവന്റെ വചനം കേൾക്കണം. അവനെ വിശ്വസിക്കണം, അവന്റെ വചനം കേൾക്കണം. അവനെ വിശ്വസിക്കണം, അവന്റെ വചനം കേൾക്കണം. അതിന്റെ താഴോട്ടൊന്നും കൂടെ വായിച്ചേ. ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് ഇനി എന്റെ ദൈവമായ യഹോവയുടെ ശബ്ദം കേൾക്കുന്നു. ഈ മഹത്തായ കണ്ടോ, ഈ മഹത്തായ തീ ഈ മഹത്തായ തീ കാണുവാൻ എനിക്ക് ഇടവരരുതേ. ഹല്ലേലൂയ. എന്റെ താഴോട്ട് തന്നെ വായിച്ചേ. ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് വായിച്ചേ. 16ാമത്തെ വചനം. എന്നിങ്ങനെ ഹോറേബിൽ വെച്ച് മഹായോഗം കൂടിയ നാളിൽ നിന്റെ ദൈവമായ യഹോവയോട് നീ അപേക്ഷിച്ചതുപോലെ തന്നെ അന്ന് യഹോവ എന്നോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, അവർ പറഞ്ഞത് ശരി, നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കും. എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കും. അവന്റെ വചനം, അവന്റെ വചനം പാറയുടിക്കുന്ന തീയ. അവന്റെ അഭിഷേകം, അവൻ ജീവനുള്ള ദൈവമായിട്ട് നമ്മുടെ മുന്നിൽ കടന്നു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അവനാണ് അത്ഭുത. യെശയ്യാ പുസ്തകം പറഞ്ഞതുപോലെ അവൻ ആരാണ്? അത്ഭുത മന്ത്രി. യെശയ്യാ പുസ്തകം പറഞ്ഞത് എന്താ? യെശയ്യാ നോക്കിക്കേ. യെശയ്യാ പുസ്തകം നോക്കിക്കേ. 9-ാം അധ്യായത്തിന്റെ 6-ാം വചനം, 7-ാം അധ്യായത്തിന്റെ 14-ാം വചനത്തിൽ പറയുന്നുണ്ട്. അവൻ ആരാണ്? അവൻ ആരാണ്? നമുക്കൊരു ശിശു ജനിക്കും. 7-14 ആദ്യം വായിക്കുക. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഇവിടെയാ വചനം പറയുന്നത്. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലും എന്നെ കുറിച്ച് എഴുതിയ തിരുവെഴുത്തിന് നിവൃത്തി വരണം. നിവൃത്തി വന്നില്ലേ? ഈ വന്നിട്ട് ഈ യേശു പറയാണ്, പഴയ നിയമത്തിൽ ഉൽപ്പത്തി തുടങ്ങി, പുറപ്പാട് തുടങ്ങി, ലേവ്യ തുടങ്ങി, സംഖ്യയിലും ആവർത്തന പുസ്തകത്തിലും എന്നെ കുറിച്ച് എഴുതിയതും മുഴുവനും പ്രവാചക പുസ്തകത്തിലും പറയപ്പെട്ടത് ഇവിടെ നിവൃത്തി വന്നിരിക്കുന്നു. ഇവിടെ നിവൃത്തി വന്നിരിക്കുന്നു. നിങ്ങൾക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഓ ഹല്ലേലൂയ. എന്താ അവന്റെ ചുമലിലുള്ളത്? ആധിപത്യം. ഒരു ആമേൻ പറഞ്ഞേ. ആധിപത്യം അവന്റെ ചുമലിലുണ്ട്. അവൻ ആരാണ്?
അത്ഭുത മന്ത്രി, വീരനാം ദൈവം, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഹല്ലേലൂയ. കണ്ടോ, നമുക്കൊരു മകൻ, അതാണ് യേശു. അവന്റെ ശബ്ദം നിങ്ങൾ കേൾക്കണം. അവന്റെ ശബ്ദം നിങ്ങൾ കേട്ടാൽ നിങ്ങൾ നശിച്ചു പോകില്ല എന്ന യേശു പറഞ്ഞത്. അവന്റെ സ്വസ്ഥതയിലേക്ക് വരണമെങ്കിൽ യേശുവിന്റെ ശബ്ദം കേൾക്കണമെന്ന് യേശുവിന്റെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു പഠിപ്പിച്ചു. ഹല്ലേലൂയ. അവന്റെ ശബ്ദം കേൾക്കാൻ യെശയ്യാ 9:6 എന്താ പറഞ്ഞത്? യെശയ്യാ 9:6 നമുക്കൊരു ശിശു ജനിച്ചു. നമുക്കൊരു ശിശു ജനിച്ചു. ഹല്ലേലൂയ. വീണ്ടും മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോ പുതിയ നിയമത്തിൽ ഇതാ വീണ്ടും മത്തായി 2-ാം അധ്യായത്തിന്റെ 18 വരുമ്പോ എന്ന് നമുക്ക് കാണാൻ കഴിയും. വായിച്ചേ മത്തായി സുവിശേഷം. മത്തായി സുവിശേഷത്തിലേക്ക് നോക്കിക്കേ. 1-ാം അധ്യായത്തിന്റെ 18 മുതൽ നോക്കിക്കേ. 1-ാം അധ്യായത്തിന്റെ മത്തായി സുവിശേഷം 1-ാം അധ്യായം. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവ് യോസേഫ് നീതിമാനാകൊണ്ട് അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ ജോസഫേ, നിന്റെ ഭാര്യയായി മറിയത്തെ സ്വീകരിക്കാൻ ശ്രമിക്കേണ്ട. അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. എന്താ പേരിടുന്നത്? യേശു. യേശു എന്ന പേരിന്റെ അർത്ഥം എന്താണ്? ദൈവം നമ്മോട് കൂടെ. യേശു രക്ഷകനാണ്. ഹല്ലേലൂയ. യേശു സൗഖ്യനായകനാണ്. യേശു ദൈവമാണ്. ആമേൻ. 21 പറയാ, അവൾ ഒരു മകനെ പ്രസവിക്കും. അവന് തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. കന്യകഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ദൈവമാണ് നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. ഹല്ലേലൂയ. ഈ സംഭവിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ കർത്താവ് ഈ വചനത്തിൽ പറഞ്ഞിട്ടുള്ളൂ. യേശു ലോകത്തിലേക്ക് വന്നു. പ്രിയമുള്ളവരെ, ഹിന്ദുവായാലും മുസൽമാനായാലും ജൈന മതത്തിലുള്ളവനും ബുദ്ധമതത്തിലുള്ളവനായാലും ഈ ലോകത്തിലെ ഏത് ജാതി വർഗ വർണ്ണ ഭേദമന്യേ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ വചനമനുസരിച്ച് ജീവിക്കാതെ നിത്യതയിലേക്ക് കടന്നു പോകാൻ കഴിയത്തില്ല. ഈ നിത്യത കിട്ടണമെങ്കിൽ യേശുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കണം. ആമേൻ. ഹല്ലേലൂയ. എന്തിനാ? ഈ യേശുവിൽ വിശ്വസിക്കണം. വിശ്വസിക്കുന്നവരോ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നതിന്റെ കൂടെയോ അടയാളങ്ങൾ ഉണ്ടാകും. അതിന് പറയുന്ന വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. ആര് വിശ്വസിക്കുമോ അവരെല്ലാം രക്ഷിക്കപ്പെടും. ആമേൻ പറഞ്ഞേ. ഞാൻ രക്ഷിക്കപ്പെടണമെങ്കിൽ എന്താ വഴി? യേശുവിൽ വിശ്വസിക്കണം. വിശ്വസിക്കപ്പെടുന്ന എല്ലാവരും എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടുന്നവന്റെ കൂടെ അടയാളമുണ്ട്. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയാണ്, വിശ്വസിക്കുന്നതിന്റെ കൂടെ അടയാളമുണ്ടെന്ന്. ഹല്ലേലൂയ. നീ ഒരു വിശ്വാസിയാണെങ്കിൽ നിന്റെ കൂടെ ഈ അടയാളം ഉണ്ടാകും. എന്താണ് അടയാളം എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്? എന്താണ് അടയാളം? കണ്ടോ, ഒന്ന്, എന്റെ നാമത്തിൽ ഭൂതത്തിന്റെ ബന്ധനങ്ങളെ ബഹിഷ്കരിക്കാനുള്ള അധികാരം അവൻ തന്നിരിക്കുന്നു. ഭൂതത്തോട് നീ പറയണം, യേശുവിന്റെ നാമത്തിൽ വിട്ടു പുറത്തു പോകാൻ. നീ വിശ്വാസിയായിരിക്കണം. ഒരു സാധാരണ വിശ്വാസി ഭൂതത്തെ പുറത്താക്കുന്നവനാണ്. ഒരു സാധാരണ വിശ്വാസി എന്ന് പറയുന്നവൻ ആരാണ്? ഭൂതത്തെ പുറത്താക്കുന്നവൻ. 2, പുതുഭാഷകളിൽ അന്യഭാഷ, ആത്മീയ ദൈവിക വരങ്ങളുണ്ട്. ആത്മാവിന്റെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങും. പുതുഭാഷകളിൽ സംസാരിക്കും.
സർപ്പങ്ങൾ പിശാചിന്റേതായ ബന്ധനങ്ങളെല്ലാം അവൻ പിടിച്ചടക്കി. മാരകമായ യാതൊന്നും കഴിച്ചാലും അവനൊരു ഹാനിയും വരികയില്ല. കണ്ടോ? അടുത്തത്, കാരണം സർപ്പങ്ങളെ പിടിച്ചടക്കും, മാരകമായി എന്ത് കുടിച്ചാലും യാതൊന്നും അവൻ ഏൽക്കില്ലെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നവന് യാതൊന്നും ഏൽക്കുകയില്ല എന്നാണ് അർത്ഥം. ഈ ലോകത്തിലുള്ള എത്ര വിഷമുള്ളതും അവന്റെ മുമ്പിൽ അവിടുന്ന് താങ്ങിരിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. ഈ ലോകത്തിൽ വിഷമുള്ള ഒന്ന് പിശാചാണ്. ഹല്ലേലൂയ. അത് ആദത്തെയും ഹവ്വായെയും ഏദനത്തോട്ടത്തിൽ പരാജയപ്പെടുത്തുന്നവരെ നീ അവിടുന്ന് പരാജയപ്പെടുത്തുമെന്നാണ് അർത്ഥം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പരാജയപ്പെടുത്തിയ യേശു ക്രിസ്തുവിന്റെ ആത്മാവാണ് നമ്മുടെ മേലേക്ക് കടന്നു വന്നത്. അടുത്തതോ, കണ്ടോ? അത് കഴിഞ്ഞ് പറയാണ്, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞോ? കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇത് നമുക്ക് നൽകിയ അധികാരമാണ്. ഇവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഒരു ശബ്ദവർത്തമാനം കേട്ടവരാകുന്നുവെങ്കിൽ, കേട്ടവന് വിശ്വാസമായി പരിണമിക്കായികൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ലെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുന്നവരെ ഉപകാരമായി വരണം. ഇത് ഉപകാരമായി വന്നില്ലെങ്കിൽ സ്വസ്ഥതയിലേക്ക് കടന്നു പോകാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനത്തിന് ജീവനുണ്ട്, ഈ വചനത്തിന് പ്രവൃത്തിയുണ്ട്, ഈ വചനത്തിന് ശക്തിയുണ്ട്, ഈ വചനത്തിന് ദൈവത്തിന്റെ അഭിഷേകമുണ്ട്. ഈ വചനം ക്രിയ ചെയ്യും. ഹല്ലേലൂയ. നമ്മളെ പുതിയ ദൈവിക വാതിലുകൾ തുറന്നു തരും. നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതത്തിൽ അടയപ്പെട്ടു, ദൈവവചനം കേൾക്കാൻ വന്നു, അടയപ്പെട്ടു. കർത്താവ് പറയാണ്, അടഞ്ഞത് എന്നിലേക്കുള്ള വഴിയല്ല, എനിക്ക് വിരോധമായ വഴിയാണ് ഞാൻ അടച്ചത്. യേശു പറയാണ്, ഞാൻ അടച്ചത് നീ അങ്ങോട്ട് പോകണ്ട, എന്റെ വാതിൽ തുറന്നിരിക്കും, എന്റെ വാതിൽ തുറന്നിരിക്കും. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. എന്നിലൂടെ പിതാവിലേക്കുള്ള വഴിയാ തുറന്നു തന്നിരിക്കുന്നത്. അതിലെ പോകുന്നവൻ ഒരിക്കലും നശിച്ചു പോകില്ല. ആ പോകണമെങ്കിൽ കല്ലുകളുണ്ട്, മുള്ളുകളുണ്ട്, ക്ലേശങ്ങളുണ്ട്, സഹനങ്ങളുണ്ട്, പീഡനങ്ങളുണ്ട്, എതിർപ്പുകളുണ്ട്, ഒറ്റപ്പെടുത്തലുണ്ട്, കുറ്റപ്പെടുത്തലുണ്ട്, പരിഹാസമുണ്ട്, നിന്ദനമുണ്ട്, അടിയുണ്ട്. ആ വഴിയിൽ പോകാൻ ഒരു വിളിയുണ്ട്, ആ വഴിയിൽ പോകാൻ ഒരു അഭിഷേകമുണ്ട്, ആ വഴിയിൽ പോകാൻ ഒരു ശക്തിയുണ്ട്, ആ വഴിയിൽ പോകാൻ ഒരു പ്രവൃത്തിയുണ്ട്. അത് വിളിക്കപ്പെടുന്നവർക്ക് മാത്രമേ ആ വഴിയിലൂടെ പോകത്തുള്ളൂ. വിളി കിട്ടിയാത്തവരെല്ലാം നോക്കി പരിഹസിക്കും. നമ്മൾ കാണുന്നില്ലേ, ട്രെയിൻ പോകുമ്പോൾ പട്ടി കുരയ്ക്കും. ഭയങ്കര ബഹളത്തിൽ പട്ടി കുരച്ചാലും ട്രെയിൻ ഒന്നും നിർത്തിയല്ല. ട്രെയിൻ നിർത്തണമെങ്കിൽ അതിന് സിഗ്നൽ ഉണ്ട്. ആ സിഗ്നൽ കിട്ടിയെങ്കിൽ മാത്രമേ ട്രെയിൻ നിർത്തുള്ളൂ. ഇതുപോലെ അനേകർ നമ്മൾ കർത്താവിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. വിശ്വാസത്തിന്റെ നാഥനും പൂർത്തി വ്യക്തിയുമായ യേശുവിനെ കേൾക്കണം, അവന്റെ ശബ്ദം കേൾക്കണം, അവനെ നോക്കണം, അവന്റെ കൂടെ ജീവിച്ചാൽ മാത്രം മതി, മറ്റൊന്നും വേണ്ട. യേശു മതി. ഒന്ന് പറഞ്ഞേ, യേശു മതി. ആ ജീവൻ മതി, ആ കൃപ മതി, ആ അഭിഷേകം മതി, ആ ശക്തി മതി, ആ കൂട്ടായ്മ മതി, ആ യേശുവിന്റെ സ്നേഹം മതി. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒന്നും വേണ്ട. വിശ്വപൗരസ്വരയാണ് ജീവിക്കുന്നെങ്കിൽ എന്റെ ക്രിസ്തു യേശുവിന് വേണ്ടി എന്റെ ജീവിതം മരണവും എന്റെ ജീവിതം ക്രിസ്തുവും മരണം നേട്ടമെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. എന്റെ ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ഞാൻ ജീവിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി ജീവിക്കും. അവന്റെ അടിപ്പിണരുകൾ എനിക്ക് സൗഖ്യം തന്ന് അവൻ എന്നെ പരിപാലിച്ചെങ്കിൽ ഞാൻ അവനെ നോക്കി ജീവിക്കും. അവനെ നോക്കിയവരാരും ഇന്ന് വരെ ലജ്ജിക്കപ്പെട്ടിട്ടില്ല. പ്രിയമക്കളെ ഒന്നോർക്കണം, പ്രിയമുള്ളവരെ ഒന്നോർക്കണം. യേശുവിനെ നോക്കിയവരാരും ലജ്ജിക്കപ്പെട്ടിട്ടില്ല, ഇനിയും ലജ്ജിക്കപ്പെടുകയില്ല. ലജ്ജിക്കപ്പെടാത്ത വണ്ണ ലജ്ജകൾ മുഴുവൻ വഹിച്ചു, നിന്ദനങ്ങൾ മുഴുവൻ വഹിച്ചു, പരിഹാസങ്ങൾ മുഴുവൻ വഹിച്ചു
മക്കൾ നിന്ദിച്ചേക്കാം, കുടുംബത്തിലുള്ളവർ പരിഹസിച്ചേക്കാം, ആരെല്ലാം നിന്ദിച്ചേക്കാം. പ്രിയമുള്ളവരെ, എന്റെ യേശു എന്നെ പരിഹസിക്കാത്ത ദൈവമാ. എനിക്ക് വേണ്ടി ക്രൂശിൽ പരിഹാസം വഹിച്ചവൻ യേശു മാത്രമാ. അവനെ നോക്കിയാൽ നമ്മൾ ആരും ക്ഷീണിച്ച് തളർന്നു പോകില്ല. ഹല്ലേലൂയ. ബൈബിൾ പറയാ, നിങ്ങൾ ക്ഷീണിച്ച് തളർന്നു പോകരുത്. നമുക്ക് വേണ്ടി ഇതുപോലെ സഹിച്ചവനെ ഓർത്ത് ധ്യാനിച്ച് അവന്റെ വചനത്തിന്റെ കീഴെ എന്റെ കർത്താവിനോട് കൂടെ ജീവിക്കണ, ഈ കർത്താവിനോട് കൂടെ പോകണ, ഈ കർത്താവിനോട് കൂടെ പോകണ, ഈ കർത്താവിനോട് കൂടെ ജീവിക്കണ, ഈ കർത്താവിനോട് കൂടെ മരിക്കണ, ഈ കർത്താവിന്റെ കൂടെ എടുക്കപ്പെടണ, ഈ കർത്താവിനോട് കൂടെ ജീവിക്കണ. ഈ ജീവിതം ക്രിസ്തുവാകണം. ഈ ജീവിതം ക്രിസ്തുവാകണം. ഈ ക്രിസ്തുവിനായി ജീവിക്കാനുള്ള വിളി നമുക്ക് തന്നെങ്കിൽ ആ കരകളൊന്ന് ഉയർത്തിയെന്ന് പറഞ്ഞ്, കർത്താവേ, അവിടുത്തെ ശക്തിയാൽ അങ്ങേയ്ക്കായി ജീവിക്കുന്ന ഒരു വിളി എനിക്ക് തന്നെങ്കിൽ ആ കർത്താവിന്റെ സ്നേഹം എന്റെ ഉള്ളിൽ കത്തണം. എന്റെ ഉള്ളിൽ കത്തണം. അത് തീ പോലെ കത്തണം. ഈ അഭിഷേകം എന്റെ ഉള്ളിൽ വെളിപ്പെട്ട് വരണം. ഈ അഭിഷേകം എന്റെ ഉള്ളിൽ വെളിപ്പെട്ട് വരണം. അത് രോഗത്തിൻ്റെതാകട്ടെ, അത് തളർച്ചയുടെ ആകട്ടെ, അത് തകർച്ചയുടെ ആകട്ടെ, അത് വേദനയുടെ ആകട്ടെ, ഏത് പ്രതികൂലങ്ങളിലാകട്ടെ, ഇന്ന് കർത്താവ് വിടുവിക്കും. സമാധാനമില്ലാത്തവരെ സമാധാനം തരാൻ വിളിച്ചെങ്കിൽ, വേദനിക്കുന്നവരെ വേദനയിൽ നിന്ന് അവിടുന്ന് വേദനകൾ ഒപ്പിയെടുക്കാൻ വിളിച്ചെങ്കിൽ, കണ്ടോ, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടെങ്കിൽ ബദ്ധന്മാർക്ക് വിടുതലും. കണ്ടോ, ഹല്ലേലൂയ. ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുവാൻ, വേദന അനുഭവിക്കുന്നവർക്ക് സൗഖ്യം കൊടുക്കാൻ യേശുവിന്റെ കൂടിയുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റിരിക്കാൻ നമുക്ക് ഹൃദയങ്ങളെ ഒന്ന് തുറന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ജീവിക്കുന്ന വചനം എന്റെ ഉള്ളിൽ അത്ഭുതം വെളിപ്പെടട്ടെ. ഈ വചനം കേൾക്കുന്നവരിലേക്ക് ശക്തി ഇറങ്ങണം. അവരുടെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങണം. അവരുടെ ജീവിതത്തിലെ ചില കെട്ടുകൾ പൊട്ടണം. അവരുടെ ജീവിതത്തിലെ ചില വഴികൾ തുറക്കണം. അവർ ഈ വചനം കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ ദൈവത്തിന്റെ കൃപയെ പകർന്നു വരണം. അടയാളങ്ങൾ കൊണ്ട് ഈ വചനം സ്ഥിരീകരിക്കപ്പെടണം. ഈ വചനത്തിന് ശബ്ദമുണ്ട്. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ ശബ്ദമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ, ഈ ശബ്ദത്താലാണ് ഇതെല്ലാം ഉണ്ടായത്. യേശു പറയാണ്, അഖിലാണ്ടങ്ങളെ ഉണ്ടാക്കിയ ഒഴിവാക്കിയ ശബ്ദം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞവൻ, എന്റെ അകത്ത് ജീവൻ തന്നവൻ, എന്റെ അകത്ത് ജീവൻ തന്നവൻ, എന്റെ അകത്ത് ജീവൻ തന്നവൻ, എന്റെ അകത്ത് അഭിഷേകം തന്നവൻ, എന്റെ അകത്ത് കൃപ തന്നവൻ, എന്റെ അകത്ത് ആത്മാവിനെ പകർന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വിടുവിക്കുന്ന ശക്തി, ഓ ആളിക്കത്തട്ടെ. വിടുവിക്കുന്ന ശക്തി ആളിക്കത്തട്ടെ. വിടുവിക്കുന്ന ശക്തി ആളിക്കത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായി ക്രിയ ചെയ്യട്ടെ. 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കത്തി പടരട്ടെ, കത്തി പടരട്ടെ, കത്തി പടരട്ടെ, കത്തി പടരട്ടെ, കത്തി പടരട്ടെ, കത്തി പടരട്ടെ. ആത്മാവിൽ കത്തട്ടെ, ആത്മാവിൽ കത്തട്ടെ. ഈ വചനം കേൾക്കുന്നവർ, എന്റെ കർത്താവേ, നിന്റെ കൃപയിൽ നിന്ന് പോകാത്ത വണ്ണം, ഹല്ലേലൂയ, ഈ സദ്വർത്തമാനം കേട്ടവരാകുന്നുവെങ്കിൽ കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കുകയുണ്ട്. പലരും നശിച്ചെങ്കിൽ ഇത് കർത്താവേ വിശ്വാസമായി പരിണമിക്കാൻ ഇടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇത് ഒഴിവിൽ പോകാത്ത വണ്ണം ഈ കേട്ടത് അധികം ശ്രദ്ധ വെച്ച് കേട്ട വചനത്തിൽ നിന്ന് ജീവിക്കാം. ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഇന്ന് നിറഞ്ഞൊഴുകണമേ, 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 നിറഞ്ഞൊഴുകണമേ. ആത്മാവിൽ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ, കത്തി പടരട്ടെ, കത്തി പടരട്ടെ, നിറഞ്ഞ് കവിയട്ടെ, കത്തി പടരട്ടെ, നിറഞ്ഞ് കവിയട്ടെ, കത്തി പടരട്ടെ, നിറഞ്ഞ് കവിയട്ടെ, കത്തി പടരട്ടെ, നിറഞ്ഞ് കവിയട്ടെ, കത്തി പടരട്ടെ, നിറഞ്ഞ് കവിയട്ടെ. തീജ്വാല പോലെ കത്തട്ടെ. ഓ, ഇവിടെ ഹല്ലേലൂയ. അത്ഭുതത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ, അത്ഭുതത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ, അത്ഭുതത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ, അടയാളത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ, ദൈവപ്രവൃത്തിയുടെ ശക്തി വെളിപ്പെടട്ടെ.
ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. പാവം ശാപം സകലവും തീർത്ത് അവതരിച്ചിവനരനായി. പാവം ശാപം സകലവും തീർത്ത് അവതരിച്ചിവനരനായി. ദൈവകോപത്തിൽ വെന്തരിഞ്ഞവനായി രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തരിഞ്ഞവനായി രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടും സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടും സോദരരേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഉലകമഹാന്മാരകിലതുമൊരു ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാരകിലതുമൊരു ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മളുന്നതനേശു മഹേശ്വരന്മാർ ഉയരത്തിൽ വാണിടുന്നു. നമ്മളുന്നതനേശു മഹേശ്വരന്മാർ ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. നിങ്ങളുയർന്നിരിപ്പിൻ കടവുകളെ യേശുവെ സ്വീകരിപ്പാൻ. നിങ്ങളുയർന്നിരിപ്പിൻ കടവുകളെ യേശുവെ സ്വീകരിപ്പാൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. പരിശുദ്ധയകറ്റി കണ്ണിനി തുടക്കി ഉത്സകരായിരിപ്പിൻ. പരിശുദ്ധയകറ്റി കണ്ണുനി തുടക്കി ഉത്സകരായിരിപ്പിൻ. നമ്മുടെ ആത്മനാഥൻ ജീവിക്കവേ മനസ്സത് ശരിയാവോ. നമ്മുടെ ആത്മനാഥൻ ജീവിക്കവേ മനസ്സത് ശരിയാവോ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. പാപം ശാപം സകലവും തീർത്ത് അവതരിച്ചിവനരനായി. പാപം ശാപം സകലവും തീർത്ത് അവതരിച്ചിവനരനായി. ദൈവകോപത്തിൽ വെന്തരിഞ്ഞവനായി രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തരിഞ്ഞവനായി രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ.
പാടുവിൻ സോദരരേ, നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നു. ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉറങ്ങുന്നു കല്ലറയിൽ. യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിവനരനായി. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിവനരനായി. ദൈവകോപത്തിൽ രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. നിങ്ങളുയർന്നിരിപ്പിൻ കരങ്ങളെ യേശുവെ സ്വീകരിപ്പാൻ. നിങ്ങളുയർന്നിരിപ്പിൻ കരങ്ങളെ യേശുവെ സ്വീകരിപ്പാൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. കർത്താവിന്റെ സന്നിധി. ഹല്ലേലൂയ.